അമ്മയുടെ പിളർപ്പ് പൂർത്തിയായി കഴിഞ്ഞു. അമ്മ ഇല്ലാതാവുകയല്ല ചെയ്തത്, അമ്മ പിളരുകയാണ് ചെയ്തത്. ഇപ്പോൾ പുതിയ അമ്മമാർ വന്നിട്ടുണ്ട്. പലരും അമ്മ രൂപീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാനമ്മ, രണ്ടാനമ്മ, മൂന്നാനമ്മ, നാലാമ്മ അമ്മ എന്നൊക്കെ പറഞ്ഞ് പേരമ്മ എന്നല്ല പല രൂപത്തിൽ. അതിൻ്റെ പരിണത ഫലം എന്താണ്? മമ്മൂട്ടി, മോഹൻലാൽ പോലുള്ള ആളുകളുടെ അവർ രണ്ട് വലിയ തൂണുകളായിട്ട് നിന്ന് അതിൻ്റെ ചുറ്റും കിടന്ന് കറങ്ങിയിരുന്ന ഒരു കൂട്ടം വൈതാളികന്മാർ, ഒരു കൂട്ടം വിദൂഷകന്മാരുടെ ഒരു വൃന്ദം, പിന്നെ കുറെ ദേവദാസി സമ്പ്രദായത്തിൽപ്പെട്ട എന്ന് പറയാവുന്ന കുറേ എണ്ണം, ഇതൊക്കെ തേഞ്ഞു മാഞ്ഞു പോയി എന്നുള്ളതാണ് സത്യം. ഒറ്റയടിക്ക് ഇതെല്ലാം തേഞ്ഞു മാഞ്ഞു പോയി എന്നുള്ളതാണ് സത്യം. ഇനി എന്തായിരിക്കും മലയാള സിനിമ രംഗത്തിൻ്റെ, മലയാള സിനിമയുടെ ഗതി വിഗതി എന്തായിരിക്കും? മലയാള സിനിമയുടെ ഇന്നത്തെ അവസ്ഥ നോക്കുക. ഈ അധികാരങ്ങളെല്ലാം തന്നെ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുക. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും തറവാട്, അങ്ങ് കേട്ടിട്ടുണ്ടായിരിക്കും. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് പല തറവാടുകളിലും 35, 45, 55, 60, 80, 100 വരെ കുറിച്യൻ രാമൻ അവർകൾ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ 600-ൽ പരം ആളുകളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ആലോചിച്ച് നോക്കണം, ദിവസവും 600 പേർക്കുള്ള ആഹാരമാണ്. അവർക്ക് നിയന്ത്രിക്കണ്ടേ? അപ്പം അന്ന് 20 പേര്, 30 പേര്, 40 പേര്, 50 പേരുള്ള തറവാടുകൾ അത്ഭുതമല്ല. അങ്ങനെയാണെങ്കിൽ പോലും അവിടെയുള്ള ഈ പറയുന്ന അത്രയും ആളുകൾ, 30, 40, 50 ആളുകളാകട്ടെ, അവരെല്ലാവരും തന്നെ അവരുടെ ആഹാര, വസ്ത്ര, റോട്ടി, കപ്പട, മക്കാൻ എന്നിത്യാദി കാര്യങ്ങൾ മാത്രമായിട്ട് അവർ ചുരുങ്ങേണ്ടതുണ്ട്. കാരണം ഒരു നയരൂപീകരണം, ഒരു അധികാരത്തിൻ്റെതായിട്ടുള്ള മേഖലകളിലേക്കുള്ള പ്രവേശനം അവർക്ക് നിഷിദ്ധമാണ്. പ്രത്യേകിച്ച് പണ്ടത്തെ നമ്പൂതിരി കുടുംബങ്ങളിൽ ആദ്യത്തെ ആൾക്ക് മാത്രമേ അവിടെ എല്ലാ അധികാരങ്ങളും ഉള്ളൂ. വിവാഹം കഴിക്കാൻ പോലുള്ള അധികാരമുള്ളൂ. ബാക്കിയെല്ലാം അപ്പുറത്തും ഇപ്പുറത്തും പോയിട്ട് സംബന്ധം, നായർ വീടുകളിൽ പോയിട്ട് സംബന്ധങ്ങൾ, അതേ പറ്റൂ. അതിനാണെങ്കിലോ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല. സംബന്ധമല്ലേ, സംബന്ധം അത്രമാത്രം. അപ്പം അധികാരങ്ങളെല്ലാം ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കുകയാണ്. അത് വീടുകളിലാകാം, ചില വ്യക്തികളിലേക്കാക്കാം, ചെറിയ സംഘങ്ങളാകാം, ഫാമിലികൾ. ഇതിനാണ് ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറയുക, സ്വേച്ഛാധിപത്യം. ഇത്തരം സ്വേച്ഛാധിപതികളെ നമ്മൾ പണ്ട് രാജാക്കന്മാരെന്നാണ് വിളിച്ചിരുന്നത്. തമ്പുരാക്കന്മാരെന്ന് വിളിക്കും, രാജാക്കന്മാരെന്ന് വിളിക്കും, സാമ്രാട്ടുകളെന്ന് വിളിക്കും, ചക്രവർത്തിമാരെന്നൊക്കെ വിളിക്കും. റോമിൽ സീസർമാർ, ഈജിപ്തില് ഫറവോന്മാർ, അവർക്കും ഇതിൻ്റെ ആൾക്കാരായിരുന്നു. ഇത്തരം ആളുകൾ അവർ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന കാര്യമുണ്ട്. ഒരു കോട്ട കിട്ടും, ഒരു ഈച്ചയ്ക്ക് പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത കോട്ട കിട്ടും. എന്തിനാ കോട്ട കിട്ടുന്നത്? അവരാരെയൊക്കെയോ ഭയപ്പെടുന്നുണ്ട്, അവരെ ആരൊക്കെയോ വെറുക്കുന്നുണ്ട്, അറപ്പോടുകൂടി നോക്കി കാണുന്നുണ്ട്. ആരാ? അവരാൾക്കാർ തന്നെയായിരിക്കും. ഒരു സ്വേച്ഛാധിപതിയെയും കാണുമ്പോൾ വണങ്ങും, അപ്പുറത്ത് പോയിട്ട് അവർ ചിണുങ്ങും. ആർക്കും ഇഷ്ടമല്ല അവരെ. കാരണം അവർ ഭയം വിതച്ചുകൊണ്ടാണ് രാജാക്കന്മാരും ചക്രവർത്തിമാരുമായിട്ട് ഇരുന്നിരുന്നത്. അധികാരം അവർക്കൊരാവേശമായിരുന്നു. മണ്ണ്
പെണ്ണ്, പൊന്ന്, ഇതവരെ ഹരം കൊള്ളിച്ചു. പണ്ടത്തെ രാജാക്കന്മാർക്ക്, ഇപ്പോഴത്തെയും പല രാജാക്കന്മാർക്കും 2000-3000 പെണ്ണുങ്ങൾ, അതിലപ്പുറവും എന്നൊരുത്തം പറഞ്ഞല്ലോ ഇവിടെ. അതവരെ ഹരം കൊള്ളിച്ചു. മണ്ണ്, പെണ്ണ്, പൊന്ന്. സ്വയം താനും തൻ്റെ പെണ്ണുങ്ങളും ഭാര്യമാരിൽ വെപ്പാട്ടികളും പിന്നെ കുറേ വൈതാളികന്മാർ, വിദൂഷകന്മാരും ചേർന്ന് സമൂഹത്തിൻ്റെ അധ്വാന ഫലം മുഴുവൻ പിഴിഞ്ഞെടുത്ത് ചില്ലുകൊട്ടാരത്തിലിരുന്ന് ഇങ്ങനെ സുഖിച്ചു. പണത്തിൻ്റെ ബലം, പണത്തിൻ്റെ പ്രതാപം അവരെ മിന്നും താരങ്ങളാക്കി മാറ്റി. കയ്യിലിരിക്കുന്ന അധികാരദണ്ഡ്, ഓർഗൺ ഓഫ് ഓപ്പറേഷൻ, അത് ഭയം കൊണ്ടുണ്ടാക്കിയതാ, ക്രൂരത കൊണ്ടുണ്ടാക്കിയതാ. ആയതുകൊണ്ട് തന്നെ ആരും അതിനെതിരെ, അവർക്കെതിരെ ഒരക്ഷരം പോലും സംസാരിക്കില്ല, ചലിക്കില്ല. പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ ഈ കോട്ടയ്ക്കൊരു വിള്ളൽ വന്നു ചേർന്നാൽ അതിവൃഷ്ടിയിൽ അകപ്പെട്ട കാട്ടുതീ പോലെ എല്ലാം പുകയായിട്ട് മാറും. എല്ലാം വെറും കരിക്കൂമ്പാരമായിട്ട് മാറും. എല്ലാ തിളക്കങ്ങളും അവിടെ അസ്തമിക്കും. പിന്നെ കരിയും പുകയും അത് തിളങ്ങില്ലല്ലോ. ഈ അവസ്ഥയാണ് അമ്മയുടേത്. ഒരു സുപ്രഭാതത്തിലാണ് ആ കോട്ട പൊട്ടിത്തകർന്നത്. അവിടെ കയ്യിലിരിക്കുന്ന അധികാരത്തിന്റെ സുവർണദണ്ഡ് പല 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 കഷ്ണങ്ങളായി തീർന്നു. ആ കഷ്ണങ്ങളെല്ലാം പലരുടെയും കൈകളിലായി തീർന്നു. അപ്പം ഇനി സിനിമാ രംഗത്തിൻ്റെ സ്ഥിതി എന്താണ്? ഒരു പ്രശ്നവുമില്ല. പണ്ടത്തെ പോലെ അന്വേഷിച്ചു കണ്ടെത്തിയില്ല. ആരോമലുണ്ണി, തച്ചോളി ഓതേനൻ, മൂലധനം, പഴയ സിനിമകളുടെ അനുഭവങ്ങൾ, പാളിച്ചകൾ, അതെടുക്കുന്ന സമയത്ത് അവിടെ ഒരാളേ ഉള്ളൂ, പ്രൊഡ്യൂസർ മാത്രമേ ഉള്ളൂ. ആരാ? മുതലാളി. ആരാ? സുബ്രഹ്മണ്യം മുതലാളി. ആരാ? കുഞ്ചാക്കോ മുതലാളി, അപ്പച്ചൻ മുതലാളി, അവരേ ഉള്ളൂ. മഞ്ഞരാസ് ജോസഫ് മുതലാളി, അവരേ ഉള്ളൂ. ഇനിയും ഈ സിനിമാ രംഗത്ത് ആ ഒരാൾ മാത്രം അവശേഷിക്കും, നിർമ്മാതാവ്. പിന്നെ ഇവിടെ ഒരു തൊഴിലാളി സംഘടന, അത് നടപ്പുള്ള കാര്യമല്ല. ആണം ഭാഷയിൽ പറയാം. ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ നമ്മൾ നാട്ടുകൂട്ടങ്ങൾ, നാട്ടിലെ കുറേ കലാകാരന്മാരുണ്ട്, നാട്ടുകലാകാരന്മാർ, അവരൊത്തുകൂടും. ഏതെങ്കിലും ലൈബ്രറിയിൽ നിന്ന് ഏതെങ്കിലും നാടകം എടുത്തുകൊണ്ടിരും. അവർ വട്ടം കൂടിയിരുന്ന് ഡയലോഗ് പറഞ്ഞ് ഒരു മാസം കൊണ്ട് ഡയലോഗൊക്കെയും പഠിച്ച് ഉള്ള പൈസ കൊണ്ട് എന്തൊക്കെയോ വേഷങ്ങളൊക്കെയും കെട്ടി മുക്കേരി കൊണ്ട് താടി വെച്ച് എവിടെ നിന്നെങ്കിലൊരു ചന്ദിറാണിയെ പിടിച്ചു കൊണ്ടുവരും. അവളുടെ വേഷം കെട്ടുകളൊക്കെയും വലിയ വേഷം കെട്ടുകളാണ്. അവർ സൂപ്പർ സ്റ്റാറൊക്കെ ആയിട്ട് അവൾ അഭിനയിച്ചു കളയും. ഒരു ദിവസത്തേക്ക് അവൾക്ക് 100 രൂപ കൊടുക്കണം. അന്ന് റിഹേഴ്സൽ ഇല്ലെങ്കിൽ അവൾക്ക് 100 രൂപ കൊടുക്കണം. 100 രൂപ നിസ്സാര കാര്യമില്ല കേട്ടോ. ഏതായാലും എന്നിട്ട് അവിടെ ഒരു നാടകം നടക്കും. വേണ്ടത്ര കൂക്കിവിളി കിട്ടും. കാരണം ഇയാൾ പറയുന്ന ഡയലോഗ് അയാൾ പറയും, അയാൾ പറഞ്ഞ ഡയലോഗ് ഇയാൾ പറയും. അപ്പം അതൊക്കെ സംഭവിക്കും. അതൊക്കെ നാടകത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് കഴിഞ്ഞ് അവിടെ തീരുന്നു, അത് കഴിഞ്ഞ് അവിടെ തീർന്നു, എല്ലാം പിരിച്ചുവിട്ടു. പിന്നെ അടുത്ത വർഷം നാടകം ഉണ്ടെങ്കിലും ഉണ്ട്, ഇല്ലെങ്കിലില്ല. ആ ഒരു മാസ കൂട്ടായ്മയ്ക്ക് എന്ത് തൊഴിലാളി സംഘടനയുടെ രൂപമാണ് കൊടുക്കുക? ലേബർ കമ്മീഷൻ, പ്രോവിഡൻറ്റ് ഫണ്ട്, ബോണസ്, പെൻഷൻ സ്കീം, ഇതൊക്കെ നടമാടുമോ? ഇത് തന്നെയാണ് സിനിമയുടെ അവസ്ഥ. കയ്യിൽ പൈസയുള്ള ഒരാൾ വരുന്നു, നമുക്കൊരു സിനിമ പിടിക്കാം, അതൊരു രസമല്ലേ? അയാൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഇതിൻ്റെ പരിചയമുള്ള ആൾക്കാരെ കാണുന്നു, ഒരു ഡയറക്ടറെ ഫിക്സ് ചെയ്യുന്നു, ഒരു കഥ അവിടുന്ന് ഒരുക്കുന്നു, പാട്ട് എഴുതുന്നു, അത് ട്യൂൺ ചെയ്യുന്നു വേറെ സ്ഥലത്ത്,
ഇതെല്ലാം കൂടി ഷൂട്ടിംഗ് കഴിഞ്ഞാൽ സിങ്കർണൈസ് ചെയ്ത് പുറത്തുകൊണ്ട് ഇറക്കുന്നു. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ എൻ്റെ വരുമാനം കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. അതൊക്കെ നിർമ്മാതാവിന് കിട്ടിയാൽ വീണ്ടും അദ്ദേഹം പടം പിടിക്കും. ആ ഒരു അവസ്ഥ വീണ്ടും വരാൻ പോവുക. ഇനി മാഫിയ ഇവിടെ ഇല്ല. തിരുവനന്തപുരം ഗ്രൂപ്പില്ല, എറണാകുളം ഗ്രൂപ്പില്ല, പവർ ഗ്രൂപ്പും ഇവിടെ ഇല്ല. കാരണം എന്താണ്? അധികാരത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള കൈവഴികളും യഥാ നദീനാം ഭഗവോംബുവേഗാഹ സമുദ്രമേവാമി മുഖാദ്രവന്തി. എല്ലാ അധികാരത്തിൻ്റെ കൈവഴികളും അവസാനം സമുദ്രത്തിലേക്കെന്ന പോലെ മോഹൻലാലിലേക്കും മമ്മൂട്ടിയിലേക്കും ആയതുകൊണ്ട് തന്നെ എഴുതി കാണിക്കും. നന്ദി 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 നന്ദിയൊക്കെ മോഹൻലാലും മമ്മൂട്ടിക്കുക. അവർ ഈ പിക്ചറായിട്ട് യാതൊരു ബന്ധമില്ല. പക്ഷെ നന്ദി എന്ന് എഴുതി കാണിച്ചില്ലേ പടം പുറത്തു വരില്ല. അതാണ് പവർ ഗ്രൂപ്പ്, അതാണ് സ്വേച്ഛാധിപത്യം, അതാണ് അധികാരത്തിൻ്റെ ഗർവ്. അത് കോട്ട കെട്ടി അവർ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അമ്മ എന്ന് പറയുന്ന കോട്ട കെട്ടിയിട്ട് അവിടേക്ക് ആർക്കും പ്രവേശനമില്ല, കുറേ വൈതാളികന്മാർക്ക് അല്ലാതെ. ഒരു പിഷാരടി എന്ന് പറഞ്ഞൊരു ചെക്കനുണ്ട്. ഇന്നവരെ അയാൾ തമാശ പറഞ്ഞായിട്ട് ഞാൻ ചിരിച്ചിട്ടില്ല കേട്ടോ. ഇങ്ങനെ കുറേ എണ്ണം ചുറ്റിപ്പറ്റി നടക്കുന്ന കുറേ എണ്ണം, വലിയ തെങ്ങിൻ്റെ മേളിൽ വെറ്റിലക്കൊടി പടർന്ന പോലെ. വെറ്റിലക്കൊടിക്ക് തന്നത്തെ ഉയരാൻ പറ്റില്ല. അങ്ങനെ കുറേ എണ്ണമുണ്ട്. എങ്ങനെയും മാസത്തിൽ 2 സിനിമ ഒപ്പിക്കണം, അഷ്ടിക്ക് വക ഒപ്പിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ. ഇവരൊക്കെ ചേർന്നിട്ടാണ് ഈ പവർ ഗ്രൂപ്പിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ ജയിലർ സിനിമ കണ്ടതിന് ശേഷം മർത്താക്കരൊരു പെണ്ണുണ്ട്, വാണി വിശ്വനാഥ്. അവരോട് ആരും ചോദിക്കുന്നുണ്ടായിരുന്നു, ജയിലർ ഷോ എന്താ പറയുക, എങ്ങനെയാ ഞാൻ പറയുക, ലാലേട്ടനൊരു മനുഷ്യനാണോ അതോ ഗന്ധർവനോ? ആ ഒരു വരവ് ആ സിനിമയിൽ അയാൾക്ക് അത് ആവശ്യമില്ല. അയാളുടെ പേരിലല്ല സിനിമ വിജയിച്ചിട്ടുള്ളത്. ആ സിനിമയിലെ അവിഭാജ്യ ഘടകം അല്ലെങ്കിൽ ആ സിനിമയുടെ വിജയത്തിന് 1-ാം നമ്പർ ഉത്തരവാദിത്വം രജനീകാന്ത്, 2-ാം നമ്പർ ഉത്തരവാദി വിനായകനാണ്. ഈ പെണ്ണ് അത് പറയുന്നില്ല. അപ്പം എല്ലാവരും നക്കിക്കൊടുക്കുകയാണ്. അടുത്ത സിനിമയുടെ ചാൻസ് കിട്ടിയാൽ അത്രയായില്ലേ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിനിമയിൽ ചാൻസ് കിട്ടാത്ത സാഹചര്യം ഉണ്ടാക്കി വയ്ക്കുക ഇവരെല്ലാവരും കൂടി. പവർ ഗ്രൂപ്പ്. ഇത് ഒരു പെണ്ണിൻ്റെ കാര്യമല്ല പറയണത്, എല്ലാവരും ശരിയാവട്ടെ. കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു കഷ്ണം പ്രൈസിങ്, സ്തുതി മമ്മൂട്ടിക്കും മോഹൻലാലിനും. എന്നിട്ടാണ് സിനിമാക്കാരുടെ ജീവിതം ആരംഭിക്കുന്നത്. സിദ്ദിഖിൻ്റെ മകൻ മരിച്ചുപോയ സമയത്ത് സിദ്ദിഖിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ ഒരു സീരിയൽ നടി സിദ്ദിഖിന് നിൽക്കുന്നുണ്ട്. പെണ്ണ് കെട്ടിപ്പിടിച്ച് അത് വല്ലാത്തൊരു കരച്ചിലായിരുന്നു വാസ്തവത്തിൽ. അവളുടെ ഭർത്താവ് 2-ാമത്തെ 3-ാമത്തെ ഭർത്താവ് മറ്റുമാണ്. ആ ഭർത്താവ് മരിച്ചാൽ പോലും അവർക്ക് ഈ സങ്കടം ഉണ്ടാവില്ല. അപ്പം ഇതൊക്കെ ഒരു തരം കാട്ടായത്തിൻ്റെ ഭാവം ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. ഏതായാലും ഇനി മലയാള സിനിമ പുതുതായിട്ട് വരുന്ന സമയത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, താങ്ക്സ് നീട്ടി വലിച്ച് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ആർക്ക്? എനിക്ക് നന്ദി പറയുന്നു എന്ന് കാണാം. ഏത്? നിർമ്മാതാവിൻ്റെ വക. നിർമ്മാതാവാണ് ഇനി കാലഭൈരവൻ. പണ്ടത്തെ പോലെ നിർമ്മാതാവ് മുതലാളിയാണ്. നിർമ്മാതാവ് വരുമ്പോൾ എഴുതിയിട്ട് നിന്നോളല്ല. അവന് കുഞ്ചാക്കോ മുതലാളിയുടെ മുമ്പിൽ അത്യാവശ്യം സ്വാതന്ത്ര്യം കാണിച്ചിരുന്നൊരു പ്രൈം മിനിസ്റ്റർ മാത്രമാണ് കേട്ടിട്ടുണ്ട്. ബാക്കി എല്ലാവരും കുഞ്ചാക്കോ മുതലാളിയുടെ ഒരു ഫോട്ടോ കാണിച്ചാൽ മതി ചാടി എഴുന്നേൽക്കും. അല്ലെങ്കിൽ മഞ്ജുനാഥ് മുതലാളിയുടെ, അല്ലെങ്കിൽ സുബ്രഹ്മണ്യ മുതലാളിയുടെ, അല്ലെങ്കിൽ ഒരു നോട്ടം വയ്ക്കും. അതോടെ അവൻ്റെ പണി കഴിഞ്ഞു. ഏതായാലും ഇനിയുള്ള സിനിമകളിൽ വരുന്നു കുഞ്ചാക്കോ മുതലാളിയും സുബ്രഹ്മണ്യ മുതലാളിയും മഞ്ജുനാഥ് മുതലാളിയും ഇനി വരാൻ പോവുകയാണ്. ബാക്കിയുള്ളവരെല്ലാവരും ശമ്പളം വാങ്ങുന്ന തൊഴിലാളികൾ മാത്രം. അതായിരിക്കും ഇനിയുള്ള കാലഘട്ടത്തിലെ മലയാള സിനിമ. ആരെങ്കിലും ഒരാൾ ചവറുകളി, സൂപ്പർ സ്റ്റാർ കളി നടത്തിക്കഴിഞ്ഞാൽ ഓടാബുല്ലേ പോലീസേ പറഞ്ഞ പോലെ ഓടാബുല്ലേ സൂപ്പർ സ്റ്റാർ എന്ന് പറയാൻ
ഇനി നിർമ്മാതാവിന് മാത്രമല്ല, ഇവിടെ വരുന്ന സാധാരണ നടന്മാർക്ക് പോലും കഴിയും. അശ്വതേ മമ്മൂട്ടി വരണം, അതിനിപ്പോൾ എനിക്കെന്ത് പോയി, അയാൾ വന്നോട്ടെ, അയാൾ അഭിനയിച്ചോട്ടെ, അയാൾ പോയിക്കോട്ടെ. അശ്വതേ മോഹൻലാൽ വരുന്നു, ലാലേട്ടൻ, മമ്മൂക്ക, ഇതെല്ലാം പോകും. മമ്മൂട്ടി വരുമ്പോൾ ചോട്ടാമുട്ട നടന്മാരെ ചോദിക്കും, എന്താണോ പുതിയ പടമൊന്നുമില്ലേ എന്ന് ചോദിക്കുന്ന സാഹചര്യത്തിലേക്ക് വരും. അമ്മ പോയി, ഇന്ന് അമ്മയുടെ മീറ്റിംഗ് ഉണ്ട്, അതോടുകൂടി അമ്മയെ കുഴിച്ചിടാനുള്ള മീറ്റിംഗ് അപ്പം ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇനി അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ പറ്റില്ല. നമസ്കാരം.